गुरुगणपतिभ्यां नमः प्रार्थनां समर्पयामि। कामरूपिणीं विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा अविद्या मूलनाशिन्यै अवयव मूर्तये सर्वविद्या प्रदायिने काम्बायै नमो नमः। ओम हरिश्री गणपतये नमः। ओम हरिश्री गणपतये हरिश्री श्री श्री गणपतये गणपतये नमः। श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। नमः। श्री गुरुभ्यो नमः। नमः। श्री गुरुभ्यो नमः। ಸ್ವರ್ಣ ಮೋದರಕ್ಕೆ ಕುಟ್ಟಿಗಳನ್ನು ಹಾಕಿ ಓಂ ಮನಿಟ್ಟೆಲ್ಲ या ब्रह्माच्युत शंकर प्रभृति निर्णयमयी सदा पूजिता सामान्ता सरस्वती भगवती ഇനി നമുക്ക് മൂകാംബിക അമ്പലത്തിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ദേവിയാണ്, പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന അവിടുത്തെ ഈ വിളക്കും അതേപോലെ തന്നെ കൊടിമരമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇത് അവിടെ നിന്ന് ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കർട്ടൻ പോലെ ഇങ്ങനെ കാണുന്നത്. ദേവിയുടെ രൂപത്തിലുള്ള ഒരു കർട്ടനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടച്ച സമയമായതുകൊണ്ടാണ് അതിങ്ങനെ കാണുന്നത്. ഇനി ഇവിടുത്തെ നമുക്ക് മെല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട വിദ്യാരംഭം കുറിക്കുന്ന സ്ഥലം എന്ന് പറയും. ഇതാണ് കയറി വരുന്ന ഭാഗം കേട്ടോ. ഇതാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ മെല്ലെ പോവുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് കാണുന്നത് സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠേനെ തൊഴുതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമസ്കാര മണ്ഡപത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വിദ്യാരംഭ മണ്ഡപത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചടങ്ങെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് വിദ്യാരംഭ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 200 രൂപ കൊടുത്താൽ അവിടെ രസീത് കിട്ടുന്നതായിരിക്കും. ഉച്ച 1 മണിയോ 1:30 മണി വരെയോ ഇതുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ സുബ്രഹ്മണ്യൻ്റെ ഒരു ചെറിയ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചങ്ങോട്ടേക്ക് നമ്മൾ വലം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഈ കാണുന്ന സൈഡിലൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ നിന്നുണ്ടായിരുന്ന ആ ക്യൂവും കാര്യങ്ങളും അത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഒഴിഞ്ഞൊരു സമയമാണ്, അല്ലെങ്കിൽ അത്രമാത്രം ഇപ്പോൾ തിരക്കില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വിദ്യാരംഭത്തിൻ്റെ മണ്ഡപത്തിൽ നമ്മൾ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതൊക്കെ നടപ്പാതകളാണ്, അല്ലെങ്കിൽ ഇരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന ഏരിയകളായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഒരു രഥം എഴുന്നള്ളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ ക്യൂവിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ധാരാളം ഉപപ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്ത് പോവാം. ഇവിടെ ഫസ്റ്റ് പ്രതിഷ്ഠയാണ് വരുന്നത്. അവിടെ കുറച്ച് ഇരുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഫസ്റ്റ് വരും, ഇത് സെക്കൻഡ് ഭാഗമാണ് വരുന്നത്, രണ്ടാമത്തെ പ്രതിഷ്ഠയുടെ സ്ഥലമാണിത് വരുന്നത്.
അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സുബ്രഹ്മണ്യൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1, 2, 3 പിന്നെ വരുന്നത് നാലാമത്തെ ഇവിടെ മഹാദേവനാണ് പ്രതിഷ്ഠ. ഇവിടെ മുമ്പിൽ തന്നെ നന്ദിദേവനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അഭിഷേകം നടക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പിന്നെ അവിടെ നെയ്വിളക്ക് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതും നമുക്കറിയണം. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ അമ്പലങ്ങളിലൊക്കെ ചെറിയ ഒരു പാത്രത്തിലാണ് നെയ്യ് കിട്ടുക. പക്ഷേ ഇവിടെ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിളക്കോട് കൂടിയിട്ടുള്ള നെയ്യാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ കത്തിച്ച് വെച്ച ദീപങ്ങളാണിതെല്ലാം. അപ്പോൾ നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും വഴിപാടായിട്ട് കൊണ്ടുവന്നിട്ട് വിളക്ക് കത്തിച്ച് വെച്ചതായിരിക്കാമെന്നാണ് വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതേപോലെ തന്നെ ഇത് ആഞ്ജനേയ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് തൊഴുത് വലത്ത് വെച്ച് ഇത് ഗണപതിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ മെല്ലെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നടന്നെത്തി. ഇപ്പം നമ്മൾ ശരിക്കും പടിഞ്ഞാറ് ഭാഗവും കഴിഞ്ഞിട്ട് വടക്ക് ഭാഗത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ കിഴക്കുന്ന് തുടങ്ങിയിട്ട് തെക്ക്, അതേപോലെ തന്നെ പടിഞ്ഞാറ്, വടക്ക് ഭാഗത്തേക്കാണ് വന്നിരിക്കുക. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഉള്ളിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരാനുള്ള ക്യൂവിൻ്റെയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രസാദങ്ങളൊക്കെ കിട്ടുന്ന കൗണ്ടറുകൾ. അപ്പോൾ വഴിപാട് രസീതാക്കേണ്ട ആളുകൾക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വഴിപാട് കൗണ്ടറിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള വഴിപാടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കാണിക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ, അതിൻ്റെ എമൗണ്ടുകൾ എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള വഴിപാടും കാര്യം, പക്ഷെ നമുക്ക് എല്ലാം വായിച്ചാലൊന്നും നമ്മുടെ നാട്ടിലുള്ള വഴിപാടുകളുടെ പോലെയുള്ളത് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു നോട്ടീസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില പൂജകൾ നമ്മൾ ഇവിടുത്തെ നാട്ടിലത്തെ അമ്പലങ്ങളുടെയൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അതാണ് മനസ്സിലാവുക. പക്ഷെ ചിലതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം അതിൻ്റെ അവിടുത്തെ ഡീറ്റെയിൽസും അതേപോലെ എമൗണ്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വായിച്ച് മനസ്സിലാവുക അല്ലെങ്കിൽ എമൗണ്ടൊക്കെ അറിയാൻ ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇവിടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മുടെ വഴിപാടുകളുടെ ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ടൊന്ന് മൂവ് ചെയ്യപ്പോൾ ഇതാ നമ്മൾ വന്ന സ്ഥലമാണ് അതൊന്നും കൂടി കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ അവിടെ ഒരു തേരെന്നോ അല്ലെങ്കിൽ രഥം എന്നോ എന്താ പറയുക അറിയില്ല, മരത്തിൻ്റെ ആണത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അവിടെ വന്നിട്ട് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കൊത്തുപണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രഥം തന്നെയായിരുന്നു അത്. പിന്നെ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് വീരഭദ്രസ്വാമിയുടെ പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടെയും ഓരോരുത്തർ ഇങ്ങനെ വന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപപ്രതിഷ്ഠകളിലെല്ലാം സമയാസമയങ്ങളിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിതൊന്നും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിൽ മെയിൻ ദേവീനെ മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണല്ലോ നമ്മൾ. അപ്പോൾ അവിടെ തൊഴുക, പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് വലത്ത് വെച്ച് വരുന്ന വഴിക്ക് ഒന്ന് തൊഴുത് വരിക എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വലുതായിട്ട് ഒരു ചെണ്ടയാണോ എന്താണെന്നറിയില്ല, ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. അതിങ്ങനെ പട്ടുകൊണ്ട് 2 സൈഡൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അവിടുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് കാണിച്ചതെന്താണ്. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ എത്തി, ആ കൊടിമരത്തിൻ്റെ മുന്നിൽ തന്നെ എത്തി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ആ ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ഒരു ലൈൻ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും ഇതിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി അവിടെ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിയെ കയറിയിട്ട് നമ്മൾ തിരിച്ച് പോരേണ്ടത് ഈ വഴി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഒപ്പം കൂടിയൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ പൂരിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് വേഗം ഇറങ്ങണം. 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയാലാണ് കറക്റ്റായിട്ട് ഞങ്ങളുടെ ട്രെയിനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചടപടേന്ന് ഇറങ്ങി. അപ്പം ഇനി വീണ്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വഴിയിലൂടെ വരികയാണ്. ഏറ്റവും എൻട്രൻസിലെത്തി, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ വന്നിട്ട് വാഹനങ്ങളിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് നമുക്ക് ഓട്ടോയിൽ പോകേണ്ട ദൂരമേ ഉള്ളൂ. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ട്രെയിനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാൻഡിൽ പോയി ബസ് കയറിയിട്ട് അവിടെ നേരെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഏകദേശം 4 മണിക്കൂറോളം ഉണ്ട് ഇവിടുന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും കറക്റ്റ് ഒരു എക്സ്പ്രസ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും അപ്പുവൊക്കെ കയറി. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിനിലായിരുന്നു. അപ്പോൾ കണ്ട സ്ഥലങ്ങളാവില്ലല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് ബസ് റൂട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഉൾവഴികളിലൂടെ പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് അവിടുന്ന് വിട്ട ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു കുന്താപുര എന്ന് പറയുന്ന ആ ടൗണാണ് കേട്ടോ. അത് വലിയൊരു ടൗണാണ്. കുറേ നേരം അതിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇടയിൽ വെച്ചൊന്ന് ഡ്രൈവർമാർ കഴിക്കാനൊക്കെ വേണ്ടി ഒരു 5 മിനിറ്റൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ 2-3 ടൗണുകൾ കവർ ചെയ്തിട്ടാണ് നമ്മളിവിടെ മംഗലാപുരത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുന്താപുര എന്ന് പറയുന്ന ആ ഒരു ടൗൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വലിയൊരു ടൗണാണ് ഉടുപ്പി. അപ്പോൾ ഉടുപ്പിയിലും ഇതേപോലെ ഒരു 10-15 മിനിറ്റോളം ബസ് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടേക്ക് വരുന്ന എൻട്രൻസ് തോന്നുന്നു, ഉടുപ്പിയുടെ എൻട്രൻസ്. അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം കണ്ടപ്പോൾ ഞാൻ അവിടെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കുന്താപുരയും പാസ് ചെയ്തു, ഉടുപ്പിയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മാംഗ്ലൂർക്ക് ടച്ച് ചെയ്തു. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വലിയ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് സ്ഥലത്തെക്കുറിച്ചൊരു അറിവില്ലാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ ബസ് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടൊന്നും പലതും നമുക്ക് വിചാരിച്ച പോലെയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ NIT ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പോർട്ട് ട്രസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഡെൻ്റൽ കോളേജ് കണ്ടിരുന്നു. അങ്ങനെ കുറേ വലിയ വലിയ പിന്നെ എന്താണ് അവിടുത്തെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആ ഒരു വലിയൊരു ഓഫീസുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പാസ് ചെയ്ത് പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം യാത്രയുടെ ക്ഷീണവും നേരത്തെ എണീറ്റതിൻ്റെ ക്ഷീണമൊക്കെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് 4 മണിക്കൂറാണ് ബസ്സിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് കയറിയ ഉടനെ തന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഉറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സീനൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു കുന്താപുര കഴിഞ്ഞ് ഉടുപ്പിയൊക്കെ എത്തുമ്പോഴാണ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ട കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പല പല കാര്യങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ പ്ലേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പോയി പരിചയമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇത് വീഡിയോ കാണുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഏതാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അത്രമാത്രം ഒന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ അല്ലെങ്കിൽ എന്താണ് സ്ഥലങ്ങളൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കേട്ട് പരിചയം പോലും ഇല്ലാത്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാഴ്ചകൾ മാത്രമായിട്ട് തന്നെ ഒതുക്കുകയാണ്. ഇതാണ് അവിടുത്തെ മണിപ്പാൽ കോളേജ് ഓഫ് ഡെൻ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു 30-40 രൂപ കൊടുത്തിട്ടാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ കറക്റ്റ് ബസ് നമുക്ക് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്തുന്നതല്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ നോക്കുമ്പം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. മംഗളൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിയോടുകൂടി അവിടെ എത്തി. ട്രെയിൻ എടുക്കുന്ന സമയം 1:55 അപ്പോൾ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എടുത്തു. അതേപോലെ തന്നെ നമുക്ക് യാത്രയിൽ എല്ലാ ഭാഗത്തും എവിടെയും ലാഗാവാതെ തന്നെ വരാനും സാധിച്ചു കേട്ടോ. ഇത് നമുക്ക് ഒറ്റപ്പാലം ജംഗ്ഷനിൽ എത്തുന്ന സമയം 7:55 ഒരു 8:05 8:10 ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക, കണ്ണും മനസ്സും നിറഞ്ഞ ഒരു സന്ദർശനം അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു പ്രതീതിയിലാണ്. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാ ഫോട്ടോസും പോകുമ്പോൾ എടുത്തത് കൊണ്ട് പിന്നെ ഞാൻ അതിലൊന്നും നിന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മൂകാംബികയിൽ പോകുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.